റഹ്മത്തുള്ളാഹി വബറകാതുഹു. SSF Wisdom Hadith Class 96. عن عبد الله رضي الله عنه قال: قلت يا رسول الله أي الذنب أعظم؟ قال: أن تجعل لله ندا وهو خلقك. قال: فقلت ثم أي؟ قال: أن تقتل ولدك مخافة أن يأكل معك. قال: قلت ثم أي؟ قال: أن تزاني حليلة جارك. قال: وأنزل الله تعالى تصديق قول النبي صلى الله عليه وسلم: والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം അബൂദാവൂദ് റളിയല്ലാഹു തആല അൻഹും അടക്കമുള്ള ധാരാളം പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഇവിടെ കൊടുത്ത ലഫ്ള് അത് ഇമാം അബൂദാവൂദ് റളിയല്ലാഹു തആല അൻഹു കൊണ്ടുവന്ന ലഫ്ളാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ ചോദിച്ചു. അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ നബിതങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അയ്യു ദംബി അഅ്ളമു, ഏറ്റവും വലിയ ദോഷം ഏതാണ്? ഏതു ദോഷമാണ് നബിയെ ഏറ്റവും വലുത്? ഖാല, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അല്ലാഹുവിന് നീ പങ്കുകാരെ, സഹായികളെ ആക്കലാണ്. അല്ലാഹുവിന് സഹായികളുണ്ട്, പങ്കുകാരുണ്ട്, ശരീക്കുണ്ട് എന്ന് നീ വിശ്വസിക്കലാണ്. വഹുവ ഖലഖക, ആ അല്ലാഹുവാണ് നിന്നെ സൃഷ്ടിച്ചത്. നിന്റെ സൃഷ്ടാവായ അല്ലാഹുവിന് നീ ശരീക്കിനെ വെക്കൽ, പങ്കുകാരെ വെക്കലാണ് ഏറ്റവും വലിയ തെറ്റ്. ഖാല, അദ്ദേഹം പറയുന്നു, ഫഖുൽതു സുമ്മ അയ്യുൻ, ഞാൻ വീണ്ടും ചോദിച്ചു, പിന്നെ ഏതാണ് നബിയെ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൻ തഖ്തുല വലദക മഖാഫത അൻ യഅകുല മഅക, നിന്റെ കൂടെ ഭക്ഷണം കഴിക്കലിന് ഭയപ്പെട്ടതിന് വേണ്ടി, അഥവാ അവർക്ക് കൂടി ഭക്ഷണം കൊടുക്കേണ്ടി വരും എന്ന നിലക്ക് അത് പേടിച്ചതിന് വേണ്ടി നിന്റെ കുട്ടികളെ നീ കൊല്ലൽ. ദാരിദ്ര്യം ഭയപ്പെട്ടുകൊണ്ട് ജനിക്കുന്ന മക്കളെ കൊന്നുകളയൽ, ഇതാണ് പിന്നെയുള്ള വലിയ തെറ്റ്. ഈ തെറ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പുതിയ കാലഘട്ടത്തിൽ, പുതിയ സാഹചര്യത്തിൽ ഭ്രൂണഹത്യയെക്കുറിച്ച് പോലും നാം ആലോചിക്കണം. പണ്ടൊക്കെ കുട്ടികൾ ജനിച്ചതിന് ശേഷമായിരുന്നു ദാരിദ്ര്യം ഭയപ്പെട്ട് കൊല്ലലുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോ ജനിക്കാൻ പോലും അനുവദിക്കാതെ കുട്ടികളെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കൊല്ലുന്ന വളരെ ദുഃഖകരമായ, ക്രൂരമായ സ്വഭാവം ചിലരിൽ കാണുന്നുണ്ട്. ഇസ്ലാം ഇത്തരം പ്രവർത്തനങ്ങളെ ഒരിക്കലും അനുവദിക്കുന്നില്ല. ദാരിദ്ര്യം ഭയപ്പെട്ടുകൊണ്ട് കുട്ടികളെ കൊല്ലൽ വലിയ തെറ്റാണ്. അല്ലെങ്കിലും ദാരിദ്ര്യം ഭയപ്പെട്ടത് അല്ലാതെ മറ്റൊരു കാരണത്തിനു വേണ്ടിയും കുട്ടികളെ കൊല്ലാൻ പാടില്ല. ഖാല, അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖുൽതു സുമ്മ അയ്യുൻ, ഞാൻ ചോദിച്ചു, പിന്നെ ഏത് തെറ്റാണ് നബിയെ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൻ തുസാനിയ ഹലീലത ജാരിക, നിന്റെ അയൽവാസിയുടെ ഭാര്യയെ നീ വ്യഭിചരിക്കലാണ്. നിന്റെ അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കലാണ് പിന്നെ വലിയ തെറ്റ്. ഇതും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഒരുപാട് സുഹൃത്തുക്കൾ എപ്പോഴും പറയാറുള്ള സങ്കടം, പലപ്പോഴും കൂടുതലും സംഭവിക്കാറുള്ളത് പ്രവാസികളായ സുഹൃത്തുക്കളുടെ ഭാര്യമാരെ അയൽവാസികളായ പലരും അവരെ വശീകരിച്ച് തെറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നത് വലിയ അപകടം സൃഷ്ടിക്കും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്, നീ ചെയ്യുന്ന തെറ്റുകളിൽ, വലിയ തെറ്റുകളിൽ പെട്ടതാണ് നിന്റെ അയൽവാസിയുടെ ഭാര്യയെ നീ വ്യഭിചരിക്കുക എന്നത്. ഇവിടെ നാം ചിന്തിക്കേണ്ടത്, നമ്മുടെ താൽക്കാലിക വികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് നമ്മുടെ അയൽവാസിയെയോ അല്ലെങ്കിൽ മറ്റേത് പെണ്ണിനെയോ വ്യഭിചാരത്തിന് വേണ്ടി ക്ഷണിക്കുകയോ നിർബന്ധിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കും നമ്മുടെ ഭാര്യമാർക്കും ഇത്തരം സാഹചര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന ബോധം നമ്മെ വേട്ടയാടണം. ഒരുപക്ഷെ അത്തരം ചിന്തകൾ നമ്മെ വേട്ടയാടാതെ നാം
പരസ്ത്രീ ബന്ധത്തിന് വേണ്ടി മുതിരുമ്പോൾ സ്വാഭാവികമായും ഒരു പക്ഷേ അള്ളാഹു താല അതേ തെറ്റുകൊണ്ട് നമ്മുടെ ഭാര്യമാരെ പരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. അള്ളാഹു താല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് മറ്റൊരാളുടെ ഭാര്യയെ ഒരിക്കൽ പോലും പിഴപ്പിക്കാൻ നാം ആരും മുതിരരുത്. അള്ളാഹു താല അത്തരം തെറ്റുകളെ തൊട്ട് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പിന്നീട് ഇതിനോട് അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതേ ആശയം സമർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു താല ആയത്തിറക്കി, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖറ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. അള്ളാഹുവിന്റെ കൂടെ മറ്റൊരു ദൈവത്തെയും ആരാധിക്കാത്ത, ഒരാളെയും കൊല്ലാത്ത, വ്യഭിചരിക്കാത്ത ആളുകൾ അവരാണ് അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ എന്ന് സൂചിപ്പിക്കുന്ന ആയത്ത് പിന്നീട് അള്ളാഹു തആല ഖുർആനിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അള്ളാഹു തആല നമ്മെ എല്ലാം തെറ്റുകളിൽ നിന്ന് സംരക്ഷിച്ച് നല്ല മുഅ്മിനായി ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.